ഒരു സമയത്ത് നമ്മൾ മൂന്നാറിനെ പറ്റി പറയുമ്പോൾ അവിടെ പടയപ്പയുടെ പേര് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ കൗതുകത്തോടെയൊക്കെ പറയാറുണ്ട്. മൂന്നാറിന്റെ മനസ്സ് കീഴടക്കിയ ഒരു കാട്ടാനയായിരുന്നു പടയപ്പ. അത്രത്തോളം പ്രിയങ്കരനായ ഒരു കാട്ടാനയെ പറ്റി നമ്മൾ കേട്ടിട്ടുമില്ല. പക്ഷേ അന്ന് നാടിന്റെ നായകനായി വിലസിയിരുന്ന പടയപ്പ ഇപ്പോൾ പക്ഷേ വില്ലനാണ്. പൊതുവെ ശാന്തനായിരുന്ന ആ കാട്ടാന ഇപ്പോൾ ആക്രമണങ്ങൾ പതിവാക്കിയിരിക്കുന്നു. ഒത്ത ഉയരം, വിരിഞ്ഞ മസ്തകം, നീണ്ടു വളഞ്ഞ മനോഹരമായ കൊമ്പുകൾ, ആനച്ചന്തത്തിന്റെ പൂർണ്ണതയാണ് പടയപ്പ. മൂന്നാറിലും മറയൂരിലും ദേവികുളത്തുമൊക്കെ എപ്പോൾ വേണമെങ്കിലും പടയപ്പേത്തും. കാടിനേക്കാൾ കൂടുതൽ നാട്ടിലാണ് വാസം. മുൻപ് ചില വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ തകർത്ത് പഴങ്ങളൊക്കെ അകത്താക്കുകയും ചില സമയങ്ങളിൽ വാഹനങ്ങൾ തടയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പ്രിയങ്കരനായിരുന്നു പടയപ്പ. എന്നാൽ 2 വർഷങ്ങളായി സ്ഥിതി മാറി. ഇപ്പോൾ പതിവായി ആക്രമണങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 1 മണിക്ക് വന്നിട്ട് പടയപ്പണ്ണയാണ് വന്നിട്ട് സീറ്റൊക്കെ പൊളിച്ചിട്ട് കരയെടുത്ത് പുറത്തിട്ട് വേസ്റ്റാക്കി ഇറങ്ങി. ഞാനെ കണ്ടാൽ തന്നെ ഇപ്പൊ ഭയങ്കര പേടിയാണ്. ഫോറസ്റ്റുകാർ അപ്പോൾ തന്നെ വന്നു 6 മണിക്കൂർ കഴിഞ്ഞിട്ട്. അവർ പറഞ്ഞത് പടയപ്പാണെങ്കിൽ ഇപ്പൊ മതപ്പാടുള്ളത് കൊണ്ട് ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പോൾ. ഇത്തവണ മതപ്പാടിലായതോടെ ആക്രമണം വർദ്ധിച്ചു. മൂന്നാർ മറയൂർ പാതയിലും ദേവികുളം പാതയിലും നിരവധി തവണ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. വാഹനങ്ങളെ ആക്രമിച്ചു. വിവിധ സംഭവങ്ങളിലായി 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തിനൊപ്പം ഉൾവനത്തിലാണെങ്കിലും വീണ്ടും ആക്രമണവാസനയുമായി കാട് വിട്ടിറങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി.